ഗൈസ്, ഇപ്പോൾ പോക്കിമോൻ ഗോ എന്ന് പറയുന്ന ഗെയിം നിങ്ങൾക്ക് റിയൽ ലൈഫിൽ കളിക്കണം. റിയൽ ലൈഫിൽ കളിക്കാനുള്ള പരിപാടിയൊക്കെ ആയിട്ടാണ് ഗൂഗിൾ വരാൻ പോകുന്നത്. ഇത് അനൗൺസ് ചെയ്തിട്ട് കുറച്ച് നാളായി. പക്ഷേ ഈ ഒരു ഫീച്ചർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഈ ഒരു പോക്കിമോൻ ഗോ റിയൽ ലൈഫിൽ കളിക്കുന്ന ഒരു എഫക്റ്റാണ് തരാൻ പോകുന്നത്. ഇനിയിപ്പോൾ ആ ഒരു ഫീച്ചർ വരണേക്കാളും മുമ്പ് ഈ ഒരു പോക്കിമോൻ ഗോ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാത്തവരുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ഗെയിമാണ്. ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം നമ്മുടെ ക്യാമറ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ARൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സംഭവം എന്താ വെച്ചാൽ നമ്മുടെ ക്യാമറ ഓൺ ആക്കിയിട്ട് നമ്മൾ വഴിക്കൂടെ നടക്കാം. ഓക്കെ, അപ്പം വഴിക്കൂടെ നടക്കുമ്പോൾ നമുക്ക് വഴി നമ്മുടെ ഫോണിൽ കാണാൻ പറ്റില്ല. അതിൻ്റെ ഒരു ആനിമേഷൻ ആയിരിക്കും കാണാം. മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോക്കിമോന് പറ്റിയ കുറേ ബോൾസ് ഉണ്ടാവും, അത് എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഇത് കണ്ടെത്തുകയാണ് ആ ഒരു ഗെയിമിൻ്റെ പരിപാടി. അത് നമ്മളിങ്ങനെ വഴിക്കൂടൊക്കെ നടന്നിട്ട്. ഓക്കെ, അപ്പം ഈ ഒരു സെറ്റപ്പാണ് പോക്കിമോൻ ഗോ. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ ഒരു റിയൽ ലൈഫ് വേർഷനാണ് ഗൂഗിളിൻ്റെ ആ ഒരു മാപ്സിൽ വരാൻ പോകുന്ന പുതിയ ഫീച്ചർ. ഇപ്പം ഗൂഗിൾ ഇറക്കാൻ പോകുന്ന ആ ഒരു ഫീച്ചർ ഒരു ഗെയിമല്ല, ഇതൊരു ഫീച്ചറാണ്. ഗൂഗിൾ മാപ്സിൽ വരുന്ന ഒരു അന്യായ ഫീച്ചറാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഫീച്ചറിനെ ഗൂഗിൾ വിളിക്കുന്നത് ഗൂഗിളിൻ്റെ വിഷ്വൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ്. ഇത് ശരിക്കും GPS എന്ന് പറഞ്ഞാൽ ആ ഒരു ടെക്നോളജിനെ റീപ്ലേസ് ചെയ്യാനുള്ള ഫീച്ചറാണ് ഈ ഒരു VPS എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ. ഫുള്ള് ഫീച്ചറാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഗൂഗിളിൻ്റെ ആ ഒരു മാപ്പ് യൂസ് ചെയ്തിട്ട് ലൊക്കേഷൻ, അത് നമ്മൾ നടന്നൊരു ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നമ്മളെ ആ ഒരു ഗൂഗിൾ മാപ്പിൻ്റെ ബ്ലൂ ഡോട്ട് നിർത്തി വട്ടം കറക്കും. ആ ഒരു എഫക്റ്റാണ് നമുക്ക് പലപ്പോഴും തരാറുള്ളത്. ഓക്കെ, അപ്പം ചില സമയത്ത് ആക്യുറേറ്റ് ആവും, ചില സമയത്ത് ആക്യുറേറ്റ് ആവാതിരിക്കും. അപ്പം ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഗൂഗിളിൻ്റെ ആ ഒരു വിഷ്വൽ പൊസിഷനിങ് സിസ്റ്റം വരാൻ പോകുന്നത്. ഈ ഒരു സിസ്റ്റം AR യൂസ് ചെയ്യാതെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ക്യാമറയാണ് ഇതിൻ്റെ മെയിൻ താരം എന്ന് പറയാനായിട്ട്. അപ്പം അതിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ഒരു ഫീച്ചർ ഓൾറെഡി അനൗൺസ് ചെയ്തത് അവരുടെ ഒരു ഇവൻറ്റിലാണ്. 2018 നടന്ന ഗൂഗിളിൻ്റെ കീനോട്ട് ഇവൻറ്റിലാണ് ഇത് അനൗൺസ് ചെയ്തത്. ഓക്കെ, 2018 അനൗൺസ് ചെയ്ത ഫീച്ചറാണിത്. അപ്പം ഈ 2023 നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ARഉം അതുപോലെ തന്നെ VR ഒരു സ്റ്റേബിൾ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് 2023 അല്ലെങ്കിൽ 2024 തുടങ്ങുമ്പോഴേക്കും ഈ ഒരു ഫീച്ചർ വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്കറിയാം ഇതെല്ലാം അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഇന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഇത് ഡിലേ ആവാൻ കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ ആ ഒരു സ്ട്രീറ്റ് വ്യൂ ആണ്. നമ്മുടെ ആ ഒരു സ്ഥലത്തിൻ്റെ ഒറിജിനൽ ഡീറ്റെയിൽസ് ഒന്നും ക്യാപ്ചർ ചെയ്യാത്തതുകൊണ്ടുള്ള ഡിലേ ആണ് ഇത് ലോഞ്ച് ചെയ്യാനും ഡിലേ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ സംഭവം സിമ്പിളാണ്. നിങ്ങൾ ഗൂഗിൾ മാപ്സ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് പോകേണ്ട സ്ഥലം ഡെസ്റ്റിനേഷൻ കൊടുക്കുക. അപ്പോൾ ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ട് ഗോ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് സാധാരണ ഗതിയിൽ ആ ഒരു ബ്ലൂ ലൈനാണ് വരിക, നമ്മുടെ ആ ഒരു നാവിഗേഷൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെയാണ് വരിക. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല. ഇത് ഗോ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്യാമറ ഓപ്പണായി വരും. ക്യാമറ ഓപ്പണായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ ആ ഒരു ആരോസ് ഒക്കെ കാണാൻ പറ്റും. നിങ്ങൾ എങ്ങോട്ടാണ് നടക്കേണ്ടത്, അങ്ങനത്തെ സകല ഡീറ്റെയിൽസും വരും. ഓക്കെ, അപ്പോൾ ക്യാമറ യൂസ് ചെയ്ത് നമ്മളങ്ങ് നടന്നാൽ മതി, സംഭവം കറക്റ്റ് സ്ഥലത്ത് നമ്മൾ എത്തിച്ചോളും. ഓക്കെ, അതാണ് ഒരു ഫീച്ചറിൻ്റെ ഒരു ഒന്നാമത്തെ ഫീച്ചർ. ഇനി രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് നമ്മളിങ്ങനെ നടക്കുമല്ലോ. അപ്പോൾ ഈ നടക്കുന്ന സമയത്ത് കാണുന്ന ആ ഒരു ബിൽഡിങ്സും സ്ഥലത്തിൻ്റെയൊക്കെ സകല ഡീറ്റെയിൽസ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അത് രണ്ടാമത്തെ ഒരു അന്യായ ഫീച്ചറാണ്. ഓക്കെ, ഇപ്പോൾ മൂന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ നടക്കുമ്പോൾ നമുക്കറിയാം ചിലപ്പം വഴി തെറ്റാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്കൊരു ഗൈഡിനെയും കൂടി കിട്ടുന്നുണ്ട്. ചിലപ്പം ഇപ്പോൾ ഈ ഒരു ഗൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ആനിമേറ്റഡ് ആയിട്ടുള്ളൊരു ആനിമലോ എന്തെങ്കിലും ആവാം. ഓക്കെ, ഇപ്പം ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഇതിനകത്തൊരു ഫോക്സ് ആണ് വരുന്നത്. ഇത് നമുക്ക് വഴി കാണിച്ച് തന്നോളും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു വിഷ്വൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയാനായിട്ട് ഒരു മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ളൊരു എക്സ്ട്രോർഡിനറി ഫീച്ചർ തന്നെയാണ്. പിന്നെ ഇത് ഇന്ത്യയിലേക്ക് വരുന്ന കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം നമുക്കറിയാം ഗൂഗിൾ വർഷങ്ങൾക്ക് മുമ്പ് അനൗൺസ് ചെയ്തൊരു ഫീച്ചറാണ് സ്ട്രീറ്റ് വ്യൂ. ഈ സ്ട്രീറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്ഥലത്തെ സകല ഡീറ്റെയിൽസും നമുക്ക് 360 വ്യൂവിൽ കാണാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. ഇത് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ട് നമുക്കറിയാം കുറേ വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫീച്ചർ ഇന്നും നമ്മുടെ ഇന്ത്യയിലെ പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പം അതൊന്നാമത്തെ കാര്യം. പിന്നെ ഈ ഒരു ഫീച്ചറിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു ക്യാമറ കൂടെ കാണുന്ന എല്ലാ സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസ് അവിടെ ഷോ ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഡേറ്റയും അതുപോലെ തന്നെ ആ ഒരു സ്ട്രീറ്റ് വ്യൂ കാറൊക്കെ നമ്മുടെ ഇന്ത്യയിൽ കൂടെ ഒക്കെ കറങ്ങി നടന്നാലുള്ളത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട, പക്ഷേ എന്തായാലും ഒരു ദിവസം വരും. ഓക്കെ, അപ്പം ഈ ഒരു ഫീച്ചറൊക്കെ ആദ്യം US-ലും അവിടെയൊക്കെ തന്നെയായിരിക്കും ഫസ്റ്റ് ലോഞ്ച് ആവുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഇന്ത്യയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് എപ്പോൾ ഇന്ത്യയിലേക്ക് വരുമെന്നല്ല, ഈ ഒരു ഫീച്ചറിനെ പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഒരു കിടിലൻ ഫീച്ചർ തന്നെയാണ്. അപ്പം ഇതിൽ കൂടെ ഒന്നും പറയാനില്ല. അപ്പം ഈ വീഡിയോയിൽ തന്നെയാണ് പറയാനുള്ളത്. ഒരു ഗൂഗിളിൻ്റെ വിഷ്വൽ പൊസിഷനിങ് സിസ്റ്റം ആപ്സിൽ വരുന്നു എന്ന ഒരു രീതിയിൽ. ഓക്കെ, അപ്പം ഇതിൽ ലോഞ്ചും കാര്യങ്ങളൊന്നും ഇതുവരെ കൺഫേംഡ് ആയിട്ടില്ല. ഇത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ അനൗൺസ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ലോഞ്ച് മിക്കവാറും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 2023 പകുതിയാവും, അല്ലെങ്കിൽ അവസാനം, അല്ലെങ്കിൽ 2024 മുമ്പായിട്ട് തന്നെ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ വീഡിയോയിൽ തന്നെയാണ് പറയാനുള്ളത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു ടെക് വീഡിയോ ആയിട്ട് കാണാം.